നമസ്കാരം. എരഞ്ഞോളി കുടക്കളത്ത് സീന എന്ന പെൺകുട്ടി കേരളത്തിലല്ലേ താമസിക്കുന്നത്? അതിലെ പത്രം വായിക്കാറില്ലേ? വാർത്ത കാണാറില്ലേ? സോഷ്യൽ മീഡിയയിൽ പോലും ഇല്ലേ? ഇല്ലായിരിക്കും. അതല്ലെങ്കിൽ ഈ പരിപാടിക്ക് പോവില്ല. തൊട്ടപ്പുറത്ത് തേങ്ങ വീഴുവോ ബോംബ് പൊട്ടുവോ എന്തോ ആയിക്കോട്ടെ, നമ്മുടെ വീട്ടിൽ പൊട്ടിയാൽ പോലും മിണ്ടരുത്. പ്രത്യേകിച്ച് CPM-നെതിരെ. അവർ ആളില്ലാത്ത വീട്ടിൽ ബോംബ് നിർമ്മിക്കുകയോ പൊട്ടിക്കുകയോ ചെയ്തോട്ടെ. ഹിറ്റ്ലർ വിജയൻ ഭരിക്കുന്ന നാട്ടിൽ ഇങ്ങനെയൊക്കെ പറ്റൂ. ഇല്ലെങ്കിൽ നല്ല വാക്ക് ഭീഷണിയൊക്കെ നേരിടേണ്ടി വരും. ഇതൊക്കെ ചെറുത്. സാധാരണഗതിയിൽ മാഷാ അല്ലാ പതിപ്പിച്ച ഇന്നോവയാണ് വരേണ്ടത്. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യവും പിന്നെ അത്രയ്ക്ക് വലിയ ആളൊന്നും അല്ലാത്തത് കൊണ്ടുമൊക്കെയാണ് ഈ നല്ല വാക്ക് ഭീഷണിയിൽ ഇപ്പോൾ തൽക്കാലം ഒതുക്കിയത്. ഇനിയും ആള് കളിച്ച് CPM-നെതിരെ കളിക്കാൻ നിന്നാൽ കളി പഠിപ്പിക്കും ഞങ്ങൾ സഖാക്കന്മാരെ കൊച്ചിന് അറിയാത്തോണ്ടാ. ഇപ്പോൾ പഞ്ചായത്ത് മെമ്പർ വീട്ടിൽ വന്ന് വീട്ടുകാരോട് മാന്യമായി ഭീഷണിപ്പെടുത്തിയതേ ഉള്ളൂ. ഇനി പേച്ച് കീച്ചുകൾ ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ബ്രേക്കിംഗ് ന്യൂസ് പോലും ആവില്ല. വെറും സ്ക്രോള് താഴെ. വേലായുധനെ ബോംബുണ്ടാക്കാൻ പഠിപ്പിച്ച സീന സ്വന്തമായി ഉണ്ടാക്കിയ ബോംബ് പൊട്ടി ഡിം. അതല്ലെങ്കിൽ ഒരു അവിഹിതം തലയിൽ വെച്ച് തരും. മര്യാദയ്ക്ക് പോയി മനം നൊന്ത് ആത്മഹത്യ ചെയ്തേക്കണം. അല്ല, കൊച്ചു CPM-ന്റെ പേര് പറഞ്ഞായിരുന്നോ? ഇല്ല, നാട്ടിലെ ബോംബ് നിർമ്മാണത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. ആളൊഴിഞ്ഞ വീടുകൾ ബോംബ് നിർമ്മാണ കേന്ദ്രങ്ങളാവുകയാണ്. ആരെങ്കിലും തുറന്നു പറഞ്ഞാൽ പറയുന്നവരുടെ വീട് ബോംബെറിഞ്ഞ് നശിപ്പിക്കും. കൊന്നാലും വേണ്ടില്ല, സത്യം വിളിച്ചു പറയും. തേങ്ങ എടുക്കാൻ പോയപ്പോഴാണ് വേലായുധേട്ടൻ ബോംബ് പൊട്ടി മരിച്ചത്. വയലിൽ പുല്ല് പറിക്കാൻ സ്ത്രീകൾ പോകാറുണ്ട്. അവിടെയും ബോംബ് സൂക്ഷിച്ചാൽ പൊട്ടിത്തെറിക്കില്ലേ? ഇങ്ങനെ പോയാൽ കുഴി ബോംബ് കണ്ടെത്താൻ യന്ത്രം വേണ്ടിവരും. 15 വർഷം മുൻപ് വീട് വാടകയ്ക്ക് നൽകി. അന്ന് വീട്ടിൽ ബോംബുണ്ടെന്ന് പറഞ്ഞ് വാടകക്കാർ പേടിച്ച് വീട്ടിൽ നിന്ന് പോയി. മതിൽ കെട്ടിയ കല്ലിനുള്ളിൽ വരെ ബോംബ് വെക്കാറുണ്ടായിരുന്നു. എന്തുകൊണ്ട് പോലീസ് ഇത്തരം കാര്യങ്ങൾ അറിയുന്നില്ല? ഭരണഘടന വാഗ്ദാനം നൽകുന്ന സമാധാനം ലഭിക്കേണ്ടേ? പേടിച്ചിട്ടാണ് ആരും മിണ്ടാത്തത്. ആരെങ്കിലും തുറന്നു പറഞ്ഞാൽ വീട് ബോംബെറിഞ്ഞ് നശിപ്പിക്കും. പിന്നെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല. ഞങ്ങൾ സാധാരണക്കാരാണ്. മരിച്ചതും സാധാരണക്കാരനാണ്. ഞാൻ ഇതൊക്കെ തുറന്നു പറയുന്നത് ഈ നാട്ടിലെ എല്ലാവർക്കും വേണ്ടിയാണ്. തുറന്നു പറയുന്നതിനാൽ ഞങ്ങളുടെ വീടിനും ബോംബെറിയും. ആര് പറഞ്ഞോ അവരുടെ വീട് ബോംബെറിഞ്ഞ് നശിപ്പിക്കും. പിന്നെ ഞങ്ങളെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല. നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക എന്നാണ് സീന പറഞ്ഞത്. പാർട്ടി ഏതാന്നൊന്നും പറയണ്ട. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെയാണല്ലോ. ബോംബ് നിർമ്മിക്കുന്നവരെ ഒതുക്കണം എന്ന് പറഞ്ഞപ്പോൾ ബോംബ് നിർമ്മിച്ചവർ പ്രതികരിച്ചു. മര്യാദയ്ക്ക് മിണ്ടാതെ ജീവിച്ചോ. ഞങ്ങളെ ഒതുക്കാനൊന്നും നോക്കാൻ വരണ്ട.